Hello guys, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് മൊബൈൽ വെച്ചിട്ട് നിങ്ങളുടെ ഒരു വീഡിയോ സ്റ്റെബിലൈസ് ചെയ്യുക. മൊബൈൽ വെച്ചിട്ടെന്ന് പറയുമ്പോൾ നമ്മുടെ ഗിംബൽ ഒന്നും യൂസ് ചെയ്തിട്ടല്ല, ഒരു ആപ്ലിക്കേഷൻ വെച്ചിട്ടാണ്. അതേ ഗൈസ്, നിങ്ങൾക്ക് കമ്പ്യൂട്ടർ വേണ്ട, ലാപ്ടോപ്പ് ഒന്നും വേണ്ട, ഒരു ആൻഡ്രോയിഡ് മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഏതൊരു വീഡിയോസും നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ വെച്ചിട്ട് തന്നെ സ്റ്റേബിൾ ചെയ്യാം. അപ്പോൾ വീഡിയോയിൽ കടക്കുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ താഴെ കാണുന്ന ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും. സോ നമുക്ക് വീഡിയോയ്ക്ക് കടക്കാം. അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ പ്ലേ സ്റ്റോറിൽ പോയിട്ട് വീഡിയോ സ്റ്റെബിലൈസർ എന്ന് അടിക്കുക. ഞാൻ ഓൾറെഡി അടിച്ചു വെച്ചിട്ടുണ്ട്. സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ കുറേ ആപ്ലിക്കേഷൻസ് കാണാം. അതിൽ ഫസ്റ്റ് കിടക്കുന്നത് തന്നെയാണ്, ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ആപ്പ്. എന്നാൽ കൂടി ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മൾ യൂസ് ചെയ്യാനുള്ള ആപ്പ്. റേറ്റിംഗ് 3.7 ഉള്ളൂ, പക്ഷേ എനിക്ക് നല്ല ക്വാളിറ്റി കിട്ടുന്നുണ്ട്. അതായത് നല്ലോണം വീഡിയോ സ്റ്റെബിലൈസ് ആവുന്നുണ്ട്. നമ്മൾ ഓപ്പൺ ചെയ്യുക ആപ്പ്. അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ സെലക്ട് വീഡിയോ ടു സ്റ്റെബിലൈസ് ഉണ്ട്, പ്രസ് ചെയ്യുക. നമ്മുടെ ഗാലറിയിൽ നിന്ന് നമുക്ക് ഏത് ഫോട്ടേജാണ് വേണ്ടത് ആ ഫോട്ടേജ് നമ്മൾ എടുക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു ഫൂട്ടേജാണ് എടുക്കുന്നത്. ഇത് ഞാൻ എൻ്റെ ഈ ഫോണിലെടുത്തൊരു ഫൂട്ടേജാണ്. ഇപ്പോൾ കണ്ടത് ഈ വീഡിയോ അത്ര സ്റ്റേബിളൊന്നുമല്ല. ഞാൻ വണ്ടിയുടെ ബാക്കിലിരുന്ന് ഫോൺ പിടിച്ച് റെക്കോർഡ് ചെയ്തൊരു വീഡിയോ ആണിത്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഷെയ്ക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, കണ്ടില്ലേ. ഇനി നമുക്കിതെങ്ങനെയാണ് ഈ ആപ്പിലിട്ടിട്ട് എങ്ങനെ സ്റ്റേബിലൈസ് ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാം. വീഡിയോ സെലക്ട് ചെയ്യാം, മേലെ ടിക്ക് മാർക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇവിടെ കുറേ ഓപ്ഷൻസ് കാണാം അല്ലേ. ഫസ്റ്റത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നിങ്ങളുടെ വീഡിയോസ്, നിങ്ങളെടുത്ത വീഡിയോ എത്രമാത്രം ഷെയ്ക്കാണ്. ഇപ്പോൾ കുറച്ചൊക്കെ ഷെയ്ക്കുള്ളൂ എന്ന് വെച്ചാൽ നമ്മൾ ലിറ്റിൽ നോക്കി ഇട്ട് കൊടുക്കുക. സാധാരണ ആവറേജ് ഇടുന്നതാണ് നല്ലത്. നിങ്ങളുടെ ഒരു ഹൈ എൻഡ് ഡിവൈസസ് ഒക്കെ ആണെങ്കിൽ നല്ല റാമും ഒരു 6 GB റാം, അതിന് മേലേക്ക് റാം ഉണ്ടെങ്കിൽ നിങ്ങൾ വേണമെങ്കിൽ ഷേക്കിനെസ് സ്ട്രോങ് കിട്ടോ. ഞാനിപ്പോൾ ആവറേജ് ആണ് ഇടുന്നത്. അത് കഴിഞ്ഞിട്ട് ആക്യുറസി എന്ന് പറഞ്ഞാൽ എത്ര നന്നായിട്ട് ആ വീഡിയോ സ്റ്റേബിൾ ചെയ്യണം, അത് എപ്പോഴും ഹൈയിൽ കിടന്നോട്ടെ. സ്റ്റെപ്പ് സൈസ് 6 ആണ് ഞാൻ ഇട്ടിരിക്കണത്, ആവറേജ് തന്നെ. നിങ്ങൾക്കത് മാറ്റി ചേഞ്ച് ചെയ്തിട്ടൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. ഇപ്പോൾ തൽക്കാലം ഞാൻ 6 ആണ് ഇടുന്നത്. പിന്നെ സ്മൂത്തിങ്ങും അതേപോലെ തന്നെ 10 ആവറേജ്. ക്രോപ്പ് നമുക്ക് ടിക്കറ്റ് കൊടുക്കാം. ക്രോപ്പ് ആയാൽ മാത്രമാണ് വീഡിയോക്ക് ഇത്തിരി ഒന്ന് സ്റ്റെബിലൈസേഷൻ കിട്ടുള്ളൂ. പിന്നെ നമുക്ക് വീഡിയോയുടെ ഫുള്ള് വേണം, ഇത് ട്രിം ചെയ്യാനാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഫുള്ള് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ട്രിം ചെയ്ത് കളയാം. അപ്പോൾ ഈ പ്രിസെറ്റ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എത്ര പെട്ടെന്ന് റെൻഡർ ഔട്ട്പുട്ട് കിട്ടണം, അതാണ് ഉദ്ദേശിക്കുന്നത്. ഈ സെറ്റിങ്സ് ഒക്കെ നിങ്ങൾക്ക് ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ. ഒരു ചെറിയൊരു വീഡിയോ എടുത്തിട്ട് ഓരോന്നും ഇങ്ങനെ ഇട്ടിട്ട് നിങ്ങൾക്ക് ഏതാണ് നല്ലൊരു ഫൈനൽ ഔട്ട്പുട്ട് കിട്ടുന്നത് ആ ഒരു സെറ്റിങ്സിൽ ഇട്ടിട്ട് നമ്മൾ ഫൈനൽ റെൻഡർ എടുക്കുക. ഇതൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഈ പച്ച ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ടില്ല, അനലൈസിങ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണും. നമുക്ക് വേണമെങ്കിൽ റണ്ണിൻ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ അടിയിൽ എടുക്കേണ്ട സംഭവം അനലൈസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഗൈസ്, ഇത് സ്റ്റേബിളായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ മേലെ കാണുന്നതാണ് നമ്മൾ സ്റ്റേബിൾ ചെയ്യാനേക്കാളും മുന്നത്തെ വീഡിയോ, അടിയിലത്തെ സ്റ്റേബിൾ ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഡിഫറൻസ് കാണാൻ പറ്റുന്നുണ്ടല്ലേ, കണ്ടില്ലേ. ഇതിൽ ഭയങ്കരമായിട്ട് നല്ല സ്റ്റേബിളായിട്ട് വീഡിയോ. മേലത്തെ വീഡിയോ നോക്കുകയാണെങ്കിൽ സ്റ്റേബിൾ അല്ല, നമ്മുടെ ഒറിജിനൽ വീഡിയോ ആണ്. അപ്പോൾ നല്ല രീതിയിൽ ഈ ആപ്പ് സ്റ്റേബിൾ ചെയ്തിട്ടുണ്ട്. ഞാനൊന്നും കൂടി വേണമെങ്കിൽ ഒന്ന് പ്ലേ ചെയ്ത് കാണിച്ചിട്ട് അപ്പോൾ നിങ്ങൾക്ക് ആ ഡിഫറൻസ് മനസ്സിലാവും. കണ്ടില്ലേ, ഇതിലെന്തൊരു സ്മൂത്തായിട്ടാണ് പോണല്ലേ. ഇതിൽ നമുക്ക് മേലത്തെ വീഡിയോ നോക്കുകയാണെങ്കിൽ ഭയങ്കര ഷേക്കിനെസ് ഫീൽ ചെയ്യുന്നുണ്ട്, അടിയത്തെ ഷേക്ക് അധികം ഇല്ല. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ വെച്ചിട്ട് എനിക്ക് നല്ല രീതിയിൽ ഒരു വീഡിയോ സ്റ്റേബിൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതൊരു 22 സെക്കൻഡിൻ്റെ വീഡിയോ ആണ് ഞാൻ സ്റ്റേബിൾ ചെയ്തത്. ഒരു 5 മിനിറ്റ് എടുത്തു. ഞാൻ റെക്കോർഡ് ചെയ്യണ കാരണം ഇത്തിരി സ്ലോ ആയത്. പിന്നെ നിങ്ങൾക്ക് നല്ല ഹൈ എൻഡ് ഡിവൈസസ് ഒക്കെ ആണെങ്കിൽ പെട്ടെന്നാവും. സ്റ്റേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ സേവ് കൊടുക്കുക. സേവ് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ വീഡിയോ സേവ് ആയിട്ടുണ്ട് നിങ്ങളുടെ ഗാലറിയിൽ. അപ്പോൾ എല്ലാവർക്കും ആ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യാമെന്ന് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ ഒരു വീഡിയോ എടുത്ത് ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ ആ ആപ്പ് യൂസ് ചെയ്തിട്ടുള്ള റിവ്യൂസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്.